നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഏപ്രിൽ മാസം 20-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 26 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 4-ാം ഭാവാധിപൻ, അതായത് ഈ മാതാവ് പിതാവ് ഈ നക്ഷത്രക്കാരുടെ മാതൃഭാവത്തിലുള്ളവരും പിതൃഭാവത്തിലുള്ളവർക്കും അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ അക്കാര്യത്തിലോ നേരിയ തടസ്സമോ വിഷമമോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ആഴ്ചയുടെ ആദ്യ ദിവസം. അതായത് ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ അത്തരം ചില കാര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന് നേരെ വിപരീതമായി മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശയാത്രയുമായി ബന്ധപ്പെട്ടായാലും ശരി, അല്ലെങ്കിൽ വിദേശത്തുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റമുണ്ടാകുന്നതായും, പഠനവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും കേരളത്തിൽ തന്നെയോ അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെയോ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ഒക്കെ പോയിട്ടുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനും ഒരു മാറ്റം തിങ്കളാഴ്ച മുതൽ കൃത്യമായും കാണാവുന്നതാണ്. ഈ മാറ്റം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. അതുപോലെ തങ്ങളുടെ ഈ മേടം രാശിക്കാരുടെ, മേടക്കൂറുകാരുടെ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗക്കാരുടെ പ്രവർത്തന രംഗം വളരെ ഗുണകരമായിട്ട് പോകുന്ന ദിവസങ്ങളാണ് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ. ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ, അതായത് 4 ദിവസങ്ങളോളം അവർക്ക് നല്ലതാണ്. ആഴ്ചയുടെ തുടക്ക ദിവസം മാത്രം ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകളോ പ്രശ്നങ്ങളോ, പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ ഏറ്റവും അടുത്തവർക്ക്, ഏറ്റവും അടുത്ത ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ മറ്റു രാജ്യങ്ങളിലോ അല്ലെങ്കിൽ തങ്ങളുടെ ജന്മനാട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്ന അത്തരം ബന്ധുക്കൾക്കോ എന്തെങ്കിലും വിഷമമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആകുലതകൾ ഈ തുടക്ക ദിവസം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം മാറ്റങ്ങൾക്ക് ഒരു ക്രമേണ ഗുണം വരും. പ്രവർത്തന രംഗത്ത് വളരെ സജീവമായ മാറ്റമുണ്ടാകും. ധനപരമായിട്ടും അവർക്ക് വളരെ നല്ലതാണ്. ഈ ആഴ്ചയിലെ ആദ്യത്തെ 4 ദിവസങ്ങൾ, ഞായറാഴ്ച ഒഴിച്ചുള്ള ആദ്യത്തെ 4 ദിവസങ്ങൾ പ്രവർത്തനപരമായിട്ടും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും വളരെ ഗുണമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള വിഷമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഘടകവിരുദ്ധമായി പോസിറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥ വരുന്നതായിട്ട് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ, അതായത് ശനി, വെള്ളി ശനി ദിവസങ്ങളിൽ ഇവർക്ക് ചെലവ് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ധനസഹായം ആദ്യത്തെ 4 ദിവസങ്ങൾ, ഞായറാഴ്ച ഒഴിച്ചുള്ള 4 ദിവസങ്ങൾ വരുമെങ്കിലും അതിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചിലവ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, പ്രത്യേകിച്ച് വെള്ളി ശനി ദിവസങ്ങളിൽ വരുമെന്ന് കാണുന്നു. അനാമത്തായിട്ടുള്ള ചില വ്യയങ്ങൾ, ചിലവുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അലർജി അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത, ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും വിഷമമുള്ളവർക്ക് അത് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. യാത്രയോ പ്രവർത്തനങ്ങളോ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22, 23, 24 ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന രംഗത്ത് വളരെ സജീവമായ ഒരു മാറ്റം ആഴ്ചയുടെ 2-ാം പകുതിക്ക് ശേഷം കാണുന്നുണ്ട്. പൊതുവേ ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളിലും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന, തൊഴിൽ മേഖലയിലുണ്ടായിരുന്ന തടസ്സങ്ങൾക്കും മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. അത് പൊതുവേ ഈ വർഷത്തിൽ അവരുടെ ഒരു ഭാഗ്യം മാറുന്നതനുസരിച്ചുള്ള ഗുണമാണെങ്കിൽ കൂടി ഈ ആഴ്ചയിലും ആഴ്ചയുടെ 2-ാം പകുതി അവരുടെ കർമ്മരംഗം വളരെ ഗുണകരമായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും ആഴ്ചയുടെ 2-ാമത്തെ പകുതിക്ക് ശേഷം വലിയ ഗുണമാണ് കാണുന്നത്. അതായത് ബുധനാഴ്ചയ്ക്ക് ശേഷം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധ്യമാകുന്ന അവസ്ഥ, അങ്ങനെ പൊതുവെ ഗുണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില പുതിയ സംരംഭങ്ങളിലേക്കുള്ള മാറ്റം, അതിനും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അനുകൂലമായ പല തീരുമാനങ്ങളും പല വാർത്തകളും കേൾക്കുമെന്ന് കാണുന്നു. പൊതുവെ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും എല്ലാം തന്നെ ഇത്തരം കക്ഷികൾക്കുണ്ടാകും. എനിക്ക് കഴിഞ്ഞ ആഴ്ച വന്നതിൽ ഒരു മെസ്സേജ് വന്നത്, വാർദ്ധക്യത്തിലുള്ളവരും റിട്ടയർ ചെയ്തവർക്കും അതുപോലെ തന്നെ ആ വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയുക, അതുപോലെ ഡൊമസ്റ്റിക്കായിട്ടുള്ള വീടിൻ്റെ സംഭവങ്ങൾ പറയുക. ഈ പറയുന്നതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതല്ലാതെ എങ്ങനെയാണ് അന്യമായി നിൽക്കുന്നത്?
ഒരാൾക്ക് ഏഴര ശനി വരുമ്പോൾ അത് കുട്ടിക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ദോഷം വരികയും അത് പരോക്ഷമായി അത് കുട്ടിയെ ബാധിക്കുകയും ചെയ്യും. യൗവനാവസ്ഥയിലുള്ള ഒരാൾക്കും ഏഴര ശനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അയാളുടേതായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടാകും. വാർദ്ധക്യത്തിലെത്തിയാലും ഏഴര ശനി വരുന്ന കാലത്തോ അല്ലെങ്കിൽ ഗുണം വരുന്ന കാലത്തോ അതാത് ദോഷങ്ങളോ ഗുണങ്ങളോ ഒക്കെ ഉണ്ടാകും. ഇന്ന കാലഘട്ടത്തിൽ മാത്രമേ ഏഴര ശനി വരൂ അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ മാത്രമേ ഗുണമുള്ള ഗ്രഹങ്ങൾ വരൂ എന്നൊന്നുമില്ല. വാർദ്ധക്യ കാലത്തിൻ്റെയോ റിട്ടയർഡായ പേഴ്സൻ്റെയോ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അത്തരം ബാലിശമായ ചോദ്യങ്ങൾ സത്യത്തിൽ പ്രസക്തിയില്ല. ഏത് കാലഘട്ടത്തിലായാലും മോശം കാലത്തിൽ ആർക്കായാലും മോശം വരും. തീരെ കൊച്ചു പിന്നെ ശനി ഒരാളെ ബാധിക്കുന്നത് അവനവൻ്റെ കർമ്മം കൂടെ അനുസരിച്ചാണ്. അതായത് 30-35 വയസ്സിന് ശേഷം ആയിരിക്കും അത് കൂടുതൽ വരിക എന്നൊക്കെ പലരും പറയാറുണ്ട്. കാരണം കർമ്മഫലം കൂടെ അനുഭവിക്കേണ്ടി വരും. ഒരാൾ മോശം കർമ്മത്തിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ കർമ്മദോഷം കൂടി ഈ ശനിയുടെ മോശം കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയ അല്ലെങ്കിൽ റിട്ടയർഡായിട്ടുള്ള അതായത് പെൻഷൻ പറ്റി പിരിഞ്ഞ വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ശനിയുടെ മാറ്റമോ ഒരു വ്യാഴത്തിൻ്റെ മാറ്റമോ ഇല്ല. അവർക്ക് ഏഴര ശനി വരുന്ന കാലത്ത് അവർക്കും ദോഷമാണ്, അല്ലാത്ത കാലത്ത് അവർക്ക് ഗുണമാണ്. അത് സ്വാഭാവികമായും ചിന്തിച്ചു കൊള്ളണം. പിന്നെ വീട്ടുകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് പർപ്പസസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 4-ാം ഭാവം കൊണ്ടും 2-ാം ഭാവം കൊണ്ടുമൊക്കെയാണ് നാം പറയാറുള്ളത് ജ്യോതിഷത്തിൽ. അത് കൃത്യമായി ഇപ്പോഴും പറയുന്നുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങളാണ്, ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ സാമ്പത്തിക സ്ഥിതി, കുട്ടികളുടേത് എല്ലാം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു വീടിൻ്റെ കാര്യം, പ്രത്യേകമായിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാരുടെ കാര്യം, പ്രത്യേകമായിട്ട് വാർദ്ധക്യത്തിലെത്തിയവരുടെ ബാലിശമായ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്നത് ആഴ്ചയുടെ 2ാമത്തെ പകുതി അവർക്ക് തീർത്തും ഗുണകരമാണ്. അതുപോലെ തന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നല്ല സാമ്പത്തിക നേട്ടമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൃത്യമായും വരുമാനവും അതുപോലെ തന്നെ അതിൽ നിന്ന് ഉറച്ച ചില ലക്ഷ്യങ്ങളിൽ എത്തിക്കാനുള്ള ഒരു അവസ്ഥയും അവർക്കുണ്ടാകും. അതുകൊണ്ട് നല്ല സാമ്പത്തിക നേട്ടം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കാണുന്നുണ്ട്. തുടക്ക ദിവസങ്ങൾ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഞായറാഴ്ച സാമ്പത്തികമായിട്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ കീഴ്വയർ സംബന്ധമായോ ഉദരത്തിൻ്റെ കീഴ്ഭാഗവും ഒക്കെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. അസിഡിറ്റി, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, പൈൽസോ ഫിസ്റ്റുലയൊക്കെ ഉള്ളവർക്ക് അതിനും ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25, 26 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു സുഖമുള്ള മെത്തയല്ല അവരെ സംബന്ധിച്ചിടത്തോളം ജോലി അല്ലെങ്കിൽ തൊഴിൽ രംഗം അല്ലെങ്കിൽ പ്രവർത്തന രംഗം. സ്വാഭാവികമായും വെല്ലുവിളികളും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളും ഒക്കെ ഇനി അവർക്ക് കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയിലെ തുടക്ക ദിവസം അതായത് ഞായറാഴ്ച ദിവസം അവർക്ക് ഗുണകരമാണെങ്കിലും തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. ഒന്നുകിൽ ശാരീരികമായ എന്തെങ്കിലും വൈകല്യം കൊണ്ടോ അനാസ്ഥ കൊണ്ടോ ശാരീരികമായ എന്തെങ്കിലും ദോഷം കൊണ്ടോ അവരുടെ പ്രവർത്തന രംഗത്ത് അവർക്ക് കൃത്യമായി ഇടപഴകാൻ സാധിക്കാതെ വന്നേക്കാം. ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അപ്രതീക്ഷിതമായി സാമ്പത്തികമായ സഹായം വരുന്നു എന്നത് മാത്രമാണ് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ അവർക്ക് അനുകൂലമായിട്ടുള്ളത്. അതും തീരെ അപ്രതീക്ഷിതമായി ഉള്ള വ്യക്തിയിൽ നിന്നായിരിക്കും ധനസഹായം വരിക. പക്ഷേ പ്രവർത്തന രംഗത്ത് അതത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. മേലധികാരികളുമായി തർക്കമോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി എന്തെങ്കിലും തരത്തിലുള്ള പിണക്കമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഈ ഓപ്പോസിറ്റ് പുരുഷനാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ് അതായത് സ്ത്രീകളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരിൽ നിന്നും പ്രശ്നമുണ്ടാകാം. തൊഴിൽ സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ആഴ്ചയുടെ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ആരോഗ്യ സംബന്ധമായ ദോഷം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തുട, അതുപോലെ അരക്കെട്ടിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ലോവർ അബ്ഡമിൻ ഭാഗങ്ങളും ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങൾക്കുമാണ് കൂടുതൽ ദോഷമുണ്ടാകാനുള്ള സാധ്യത. ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിനും ദോഷമുണ്ടാകാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ 2ാമത്തെ പകുതിയിലാണ്. എന്നാൽ ആഴ്ചയുടെ അവസാന 2 ദിവസങ്ങൾ ഇവർക്ക് വെള്ളി, ശനി ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഉണ്ടായിരുന്ന ഗുണം ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങളിൽ ഇവർക്ക് ആവർത്തിക്കുന്നതായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇടയ്ക്കുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. അത് ആരോഗ്യ സംബന്ധമായും ശ്രദ്ധിക്കണം. കുടുംബത്തിൽ പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ ദോഷമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, തുടക്കത്തിൽ 20. അപ്പോൾ 20, 25, 26 ദിവസങ്ങളാണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ താരതമ്യേന നല്ലത് എന്ന് അവകാശപ്പെടാവുന്നത്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാന ദോഷാവസ്ഥകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. വ്യാഴം അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നു. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം, സാമ്പത്തികമായിട്ടുള്ള ഗുണമുണ്ടാകാം. എന്നാൽ ശുക്രൻ നല്ല നിലയിൽ നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ആഴ്ചയുടെ ആദ്യത്തെ പകുതി ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് താമസം മാറുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സാധിക്കുക, ഇഷ്ടപ്പെട്ട വ്യക്തികളോടൊത്ത് സഞ്ചരിക്കാനും അവരുമായിട്ട് സഹകരിക്കാനും സാധിക്കുക, അങ്ങനെ പൊതുവെ മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ശാരീരികമായ അവശത ഇപ്പോഴും ഇവർക്കുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കാരണം ജന്മത്തിൽ തന്നെയാണ് ഇപ്പോൾ, ഇത്രനാൾ അഷ്ടമത്തിൽ ശനിയായിരുന്നു, അത് മാറി. പക്ഷേ ജന്മത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വ ജന്മത്തിൽ നിൽക്കുമ്പോൾ ഒരു പാപഗ്രഹമായതിനാൽ ശാരീരികമായ അപകടാവസ്ഥകളോ രോഗാവസ്ഥകളോ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള സത്യം മറക്കാതെ ഇരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക കർക്കിടകക്കൂറുകാർ. പ്രത്യേകിച്ചും പലവട്ടം ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും അതുപോലെ തീ, ഇലക്ട്രിസിറ്റി, വൈദ്യുതി തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മുറിവുണ്ടാകാനും ശരീരത്തിന് ക്ഷതമേൽക്കാനും സാധ്യതയുണ്ട്, പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവർക്ക് എന്തായാലും ദേവിയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ പൊതുവെ സാമ്പത്തികമായ നേട്ടവും കാണുന്നു. ഈ ആഴ്ചയുടെ ആദ്യത്തെ പകുതി ഇവർക്ക് വളരെ ഗുണകരമാണ്. അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്, പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നുണ്ട്, ധനപരമായ നേട്ടം കാണുന്നുണ്ട്. സൗഹാർദ്ദങ്ങൾ കൊണ്ടോ പ്രണയം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ സാമീപ്യം കൊണ്ടോ ഒക്കെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. വളരെ സ്വകാര്യമായി ഇവർക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്നതാണ് ആഴ്ചയുടെ ആദ്യ പകുതി. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതി ധനപരമായിട്ട് ദോഷമൊന്നുമില്ല. വളരെ അപ്രതീക്ഷിതമായി ധനമൊക്കെ വന്നു ചേരാം. ധനപരമായ പ്രശ്നം അല്ല, പക്ഷേ ശാരീരികമായ ആവശ്യത കാണുന്നുണ്ട്. ബുധനാഴ്ച രാത്രിക്ക് ശേഷം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ ആരോഗ്യ സംബന്ധമായി വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരികയോ അവരുടെ ദിനചര്യകളെ ബാധിക്കുകയോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അസുഖം പ്രധാനമായി വരുന്നത് ഈ നീർദോഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ശരീരത്തിൽ ജലം കെട്ടിക്കിടന്നുണ്ടാകാവുന്ന ദോഷഫലങ്ങൾ, വൈറൽ ഡിസീസുകൾ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാം, ലങ്സുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാം. പൊതുവെ ആലസ്യത്തിലാകുന്ന കുറേ ദിവസങ്ങളാണ് ആഴ്ചയുടെ രണ്ടാം പകുതി എന്ന കാര്യം കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 20, 21, 22 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആദ്യ ദിവസം കഴിഞ്ഞാൽ, ഞായറാഴ്ച കഴിഞ്ഞാൽ 4 ദിവസങ്ങളോളം ഇവർക്ക് വളരെ ഗുണകരമാണ്. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ ഗുണകരമാണ്. കടബാധ്യതയിൽ നിന്ന് മോചനമാണ് ഇവരുടെ ഏറ്റവും വലിയ ആശ്വാസം. ഇപ്പോൾ കടബാധ്യതയിൽ നിന്ന് മോചനം എന്ന് പറയുമ്പോൾ ഇവർ കൊടുക്കാനുണ്ടായിരുന്നവർക്ക് താൽക്കാലികമായെങ്കിലും കൊടുത്തൊരാശ്വാസം നേടാൻ സാധിക്കും. അത് ഒരുപാടങ്ങ് കൊടുത്ത് സംഭരിക്കാനൊന്നും സാധിക്കണമെന്നില്ല. എന്നാലും കൃത്യമായി കാര്യങ്ങൾ നടന്നു പോകാവുന്ന ഒരവസ്ഥയിൽ സാമ്പത്തികമായ ശേഷി ഇവർക്കുണ്ടാകും. അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും ഒരു പുതിയ സംരംഭമോ ഒരു പുതിയ സൗഹാർദ്ദമോ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാതെ ഇരുന്ന അവസ്ഥയ്ക്കോ ഒക്കെ മാറ്റമുണ്ടാകുന്നു. കൂട്ടുകാരുമൊത്ത് സഹവസിക്കാനും അതുപോലെ യാത്രകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സന്തോഷം നേടിയെടുക്കാനും ഇവർക്ക് സാധിക്കുന്നു. ഈ ആഴ്ചയിലെ ആദ്യ ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കും. പ്രണയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടോ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. അത് വളരെ പോസിറ്റീവായിരിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ പഠനമോ ജോലി സംബന്ധമായ കാര്യങ്ങളോ പോസിറ്റീവായി ഏർപ്പാടായി മാറുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലും ഉണ്ടായിരുന്ന ചില തീർപ്പില്ലായ്മകൾ, അതിലൊക്കെ ഒരു ഉറപ്പ് കിട്ടുന്നു. ജോലി കിട്ടും എന്നുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുന്നു. പോസിറ്റീവായ തീരുമാനമാണ് അതും. സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ലോട്ടറി എടുത്തവർക്കും അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗ്യ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കുമൊക്കെ വിജയത്തിൻ്റേതായ നേട്ടത്തിൻ്റേതായ ഒരു അവസരം കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ നല്ലതാണ്. ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്കല്പം ആലസ്യം ഉണ്ടാകുമെങ്കിലും പിന്നീടുള്ള 4 ദിവസങ്ങളോളം ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ കാണാതായ വസ്തുക്കൾ, മോഷ്ടിക്കപ്പെട്ടു പോയ വസ്തുക്കൾ അല്ലെങ്കിൽ ഇല്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്.
ശത്രുതാ മനോഭാവം പുലർത്തിയിരുന്നവർ അതിന് ഒരയവ് വരുത്തുകയും ഇവരോട് വീണ്ടും അടുക്കുകയും ചെയ്യുമെന്ന് കാണുന്നു. മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രോജക്റ്റുകൾ വീണ്ടും സജീവമാകാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാനുമൊക്കെ ആഴ്ചയുടെ ഞായറാഴ്ച കഴിഞ്ഞുള്ള 4 ദിവസങ്ങൾ വളരെ സജീവമാണ്. ആഴ്ചയുടെ അവസാന ദിവസം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വെള്ളി ശനി ദിവസങ്ങൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അപ്രതീക്ഷിതമായി എല്ല് സംബന്ധമായോ നട്ടെല്ല് സംബന്ധമായോ പേശി സംബന്ധമായോ വേദനകളോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സിന് ഏതെങ്കിലും തരത്തിലുള്ള പിടുത്തമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പേശി സംബന്ധമായോ എല്ല് സംബന്ധമായോ അസുഖമുണ്ടാകാം. മുഖവും ശ്രദ്ധിക്കണം. പല്ല്, മൂക്ക്, കണ്ണ് ഈ ഭാഗങ്ങളിലൊക്കെ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത പിതാവിനും അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും നേത്രരോഗത്തിനോ ഹൃദ്രോഗത്തിനോ ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കോ അതുമല്ലെങ്കിൽ ഈ പേശി സംബന്ധമായി ഞരമ്പ് സംബന്ധമായൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22, 23, 24 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ 2ാം പകുതിയാണ് കൂടുതൽ ഗുണം. എന്തായാലും കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. എന്നാലും ശനിയുടെ കൃത്യമായ ഒരു ഉപദ്രവമൊന്നും ഇവർക്ക് അങ്ങനെ തുടങ്ങിയിട്ടില്ല. പൊതുവേ വ്യാഴക്ഷേത്രത്തിൽ പോയ ശനി വലിയ ദോഷം ചെയ്യില്ല. ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ദാമ്പത്യ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ടോ അത്ര വലിയ സംതൃപ്തിയൊന്നും ഉണ്ടായില്ലെങ്കിലും പൊതുവെയുള്ള ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ജീവിതം നിലനിർത്താൻ ആശ്രയിക്കുന്ന ജോലി, അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം, പൊതുവെയുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ അതിലൊന്നും ദോഷം കാണുന്നില്ല. അതിലൊക്കെ ഗുണം കാണുന്നുമുണ്ട്. സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ ഗുണമുണ്ടാകുമെന്ന് കാണുന്നു ഈ ആഴ്ച. പൊതുവേ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വിചാരിച്ചാൽ പ്രത്യേകിച്ച് മനസ്സർപ്പിച്ച് വിചാരിച്ചാൽ തീർച്ചയായും സാമ്പത്തികമായി നേട്ടം കൊയ്യാവുന്ന ആഴ്ച തന്നെയാണ് ഈ ആഴ്ചയും. അതുകൊണ്ട് പൊതുവേ ഗുണമായിട്ടാണ് കാണുന്നത്. തുടക്കത്തിൽ വീട്ടിൽ ചെറിയ ചില കശപിശകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഞായറാഴ്ച ദിവസം ഇതുമായി ബന്ധപ്പെട്ടാവാം ഒരുപക്ഷെ സന്താനങ്ങൾക്ക് അല്പം മാനസിക വിഷമമോ അതുമായി ബന്ധപ്പെട്ട് തന്നെ ശാരീരികമോ മാനസികമോ ആയ ചില വൈഷമ്യങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ അടുത്ത ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ 2ാം പകുതി ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം. ആദ്യത്തെ 3 ദിവസങ്ങൾ, ആഴ്ചയുടെ തുടക്കത്തിലെ ആദ്യത്തെ 3 ദിവസങ്ങൾ എന്തുകൊണ്ടാണോ വിഷമമുണ്ടായത് അതിന് നേരെ ഘടകവിരുദ്ധമായ അവസ്ഥയുണ്ടാകുന്നു. ആ വിഷമങ്ങൾ മാറുന്നു. സന്താനങ്ങളോടൊത്ത് പുറത്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്നു. അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപഴകാൻ സാധിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിയിരുന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങാൻ സാധിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അത് മാറുന്നു. വേണ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് കുടുംബമൊത്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്നു. ദാമ്പത്യത്തിൽ സുഖമുണ്ടാകുന്നു. പൊതുവേ ആഴ്ചയുടെ അവസാനത്തെ പകുതി, അതായത് ആദ്യത്തെ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ കുടുംബ സംബന്ധമായും ഇവർക്ക് ഗുണമാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം, പൊതുവേ ഗുണമാണ്. ആഴ്ചയുടെ ആദ്യത്തെ പകുതിയുടെ നേരെ വിപരീതമായി 2ാം പകുതി ഇവർക്ക് വർദ്ധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 23, 24, 25, 26 അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശനി 6ലോട്ട് പോയിരിക്കുന്നു. അത് നല്ല കാര്യമാണ്. എന്നാൽ ശുക്രനും ബുധനും 6ൽ നിൽക്കുന്ന അത്ര നല്ലതല്ല, പ്രത്യേകിച്ചും ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ. എന്നാൽ പ്രവർത്തനങ്ങളിലും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും അത് ദോഷം ചെയ്യില്ല. ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ പിടുത്തങ്ങളൊക്കെ മാറി മനസ്സ് കുറച്ചും കൂടി ഫ്രീ ആയി അവർക്ക് അവരുടെ കർമ്മരംഗത്ത് ഇടപഴകാൻ സാധിക്കുന്നു. ബന്ധങ്ങളിലൊന്നും കുടുങ്ങി ഏതെങ്കിലും ഒരു ബന്ധനാവസ്ഥയിലിരിക്കുന്ന അവസ്ഥ കാണുന്നില്ല. അത് പ്രണയബന്ധമായാലും ശരി, വിവാഹബന്ധമായാലും ശരി, തങ്ങളുടെ കർമ്മരംഗത്ത് നന്നായി നിൽക്കാൻ ഇപ്പോൾ ഇവർക്ക് സാധിക്കുന്നു. മറ്റ് കാര്യങ്ങൾ, മറ്റ് അവസ്ഥകൾ, പിന്നാക്കം വലിക്കുന്ന മറ്റു കാര്യങ്ങൾ, അത് ബന്ധങ്ങളായാലും ശരി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലികമായ ആശ്വാസങ്ങളായാലും ശരി, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കർമ്മരംഗത്ത് ഇവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനത്തിൻ്റെ കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഭാഗ്യക്കേടിൻ്റെ അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന കാര്യം മറക്കാതിരിക്കുക. കാരണം വ്യാഴം 8ലാണ് സഞ്ചരിക്കുന്നത്. 10ാം ഭാവത്തിലെ ചൊവ്വ ഇവർക്ക് വളരെ ആക്റ്റീവായിട്ട് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ
പ്രവർത്തന രംഗത്ത് നന്നായി ശോഭിക്കാൻ തക്കവണ്ണമുള്ള മാനസികവും ശാരീരികവുമായ ബലം നൽകുന്നുണ്ട്. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസം വളരെ നല്ലതാണ്. ഊർജ്ജസ്വലതയും പ്രവർത്തനങ്ങളിൽ വിജയവും, ഞായറാഴ്ചയാണെങ്കിലും അവർക്ക് പ്രവർത്തിക്കാനുള്ള സന്നദ്ധമായ ഒരു മനസ്സും അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങളും നടത്താൻ സാധിക്കുന്നു. സഹോദരങ്ങളിൽ നിന്ന് ഗുണം കാണുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഹായിക്കുമെന്ന് കാണുന്നു. ദോഷമൊന്നും കാണുന്നില്ല അത്തരം കാര്യങ്ങളിൽ. മനസ്സിൻ്റെ അധൈര്യമൊക്കെ മാറി വീര്യത്തോടു കൂടിയായിരിക്കും തുടക്ക ദിവസം. എന്നാൽ ആഴ്ചയുടെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ അത്ര കണ്ട് ഗുണകരമായിട്ട് തോന്നുന്നില്ല. കാരണം എന്തോ ചില ആലസ്യമോ പ്രശ്നങ്ങളോ കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തോന്നലോ ഉണ്ടാകാം. സന്താനങ്ങൾക്ക് ചെറിയ അവശതയോ ശാരീരികമായ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നത് കൊണ്ടാവണം ചിലപ്പോൾ തങ്ങളുടെ ജോലിയിൽ അത്രയും ദിവസം നന്നായി വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കണമെന്നില്ല. ചിലപ്പോൾ ലീവെടുത്ത് വീട്ടിൽ നിന്നിരിക്കാം. സാമ്പത്തികമായ ചെറിയ പ്രശ്നങ്ങളും ആഴ്ചയുടെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരത്തിന് ശേഷം കാര്യങ്ങൾ നേരെ മാറുന്നു. പ്രവർത്തിക്കാൻ നല്ല ഇടം കിട്ടുന്നു. അതായത് തങ്ങളുടെ ജോലിയിൽ നന്നായി ഇടപഴകാൻ സാധിക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന മനസ്സിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡെല്ലാം മാറുന്നു. മനസ്സ് കുറച്ചുകൂടി ഓപ്പൺ ആകുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നന്നായി ശോഭിക്കാൻ അതുകൊണ്ട് തന്നെ അവർക്ക് സാധിക്കുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം, അതുപോലെ തന്നെ തിരിച്ച് വായ്പയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോസിറ്റീവായിട്ടുള്ള മറുപടി കിട്ടുന്നു. സാമ്പത്തികമായ നേട്ടം തന്നെയാണ് പ്രധാനം. അതുപോലെ തന്നെ ജോലിയിൽ എന്തെങ്കിലും മുടക്കമുണ്ടെങ്കിൽ അതിന് മാറ്റം വരുന്നു. ചില ബന്ധങ്ങളിലുണ്ടായിരുന്ന ഉലച്ചിലിന് മാറ്റം വരുന്നു, അത് പോസിറ്റീവായി മാറുന്നു. പൊതുവേ എല്ലാ അർത്ഥത്തിലും ഗുണം നൽകുന്ന ഒരു അവസ്ഥ ആണ് കാണുന്നത്. പിന്നീട് അടുത്ത ആഴ്ചയിലും അതിൻ്റെ ഗുണങ്ങൾ തുടരും. അതുകൊണ്ട് പൊതുവേ ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് തുലാക്കൂറിനെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നത്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, പിന്നെ 25, 26 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കാണുന്നു. ചിലപ്പോൾ വളരെ അപ്രതീക്ഷിതമായി ചില സാമ്പത്തികമായ ചിലവ് ഇവർക്ക് കടന്നു വരാം. പ്രത്യേകിച്ചും വീട്ടിലെ ചില അത്യാവശ്യങ്ങൾക്കായിട്ട് പണം മുടക്കേണ്ടി വന്നേക്കാം. എന്നാൽ വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് തീർപ്പുകൾ കൽപ്പിക്കുന്ന ഒരാഴ്ചയാവാം ഇത്. അത്തരം കാര്യങ്ങളിലും വളരെ പോസിറ്റീവായ ചില നീക്കങ്ങൾ കാണുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ വലിയ സഹായവുമായിട്ട് ഇവരുടെ അടുത്ത് എത്തുന്നു എന്ന് കാണുന്നു. പൊതുവേ സാമ്പത്തികമായ നേട്ടവും അതുപോലെ തന്നെ തങ്ങൾ ഉദ്ദേശിക്കുന്ന കർമ്മരംഗം, അത് അല്ലെങ്കിൽ പ്രവർത്തന രംഗം, തൊഴിൽ രംഗം, അത് കൂടുതൽ ആക്റ്റീവായി അതിൽ ഇടപഴകാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില കലഹങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ വളരെ ആക്റ്റീവാണിവർ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ലക്ഷ്യം സാധൂകരിക്കുന്ന തരത്തിലുള്ള നല്ല മനസ്സും ശരീരവും ഇവർക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കത്ര നല്ലതല്ല എന്ന് കാണുന്നു. പ്രത്യേകിച്ചും പഠന സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ തടസ്സമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്കവും അതുപോലെ തന്നെ ആദ്യ പകുതിയും ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ നേട്ടമാണ് പ്രധാനം. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വൈഷമ്യമോ അവരുടെ തൊഴിൽ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ പ്രവർത്തിക്കാൻ നന്നായി സാധിക്കുന്നു. പ്രവർത്തനത്തിൽ തിളക്കമുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അത് വിജയത്തിലേക്കും സാമ്പത്തികമായ നേട്ടത്തിലേക്കും നയിക്കുന്നു. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി ആദ്യ പകുതിയുടെ അത്ര ഗുണമാകില്ല എന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ച് വ്യാഴം, വെള്ളി ദിവസങ്ങൾ, പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കേണ്ടി വരുമെന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ ദിവസം അതുപോലെ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ ഞാൻ പറഞ്ഞു വളരെ ആക്റ്റീവാണ്. അതിനുശേഷമുള്ള ഒരു 2 ദിവസം, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കണം. ചില ഭാഗ്യക്കേടുകളും സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവും, അതായത് ആശുപത്രിക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരുന്നൊരവസ്ഥ കാണുന്നു. പ്രത്യേകിച്ചും സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രധാനമായും മുഖം കേന്ദ്രീകരിച്ചാണ് വരിക. സൈനസൈറ്റിസോ അല്ലെങ്കിൽ
പല്ല് സംബന്ധമായ വേദനയോ തലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ, അതിനെ ശിരോരോഗങ്ങൾ എന്നാണ് പൊതുവേ പറയുക, ഒക്കെ വരാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അവസ്ഥയായിരിക്കും വരാം. ഒന്നും ഗൗരവമുള്ള കാര്യങ്ങളല്ലെങ്കിലും താൽക്കാലികമായെങ്കിലും ഇവരെ ശല്യപ്പെടുത്തുന്ന ഒന്നാവണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 21, 22 ആണ് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങൾ. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. എന്തായാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് ദോഷാവസ്ഥകൾ പിന്തുടരുന്നുണ്ടായിരുന്നു. താൽക്കാലികമായി ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ നിലപാടുകളാണ് അവരെ ഏതെങ്കിലും തരത്തിൽ ഗുണം വരുത്തിയിട്ടുള്ളത്, അതായത് ധനുക്കൂറിനെ. ഇപ്പോൾ ഈ ആഴ്ചയിൽ ആഴ്ചയുടെ തുടക്ക ദിവസവും പിന്നെ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങളുമാണ് ഇവർക്ക് ഗുണമായിട്ട് കാണുന്നത്. അതായത് ഞായറാഴ്ച ദിവസം, തുടങ്ങുന്ന ദിവസം ഇവർക്ക് ഗുണമാണ്. പൊതുവെ തങ്ങളുടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങളിൽ വളരെ ദത്തശ്രദ്ധരായി ഇവർ മാറുന്നു. സ്വന്തം ആരോഗ്യം വളരെ നോക്കുന്നു. വ്യക്തിത്വം നന്നായി തിളങ്ങാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. നല്ല ഭക്ഷണം കഴിക്കുന്നു. നല്ല മനുഷ്യരോടൊത്ത്, ഇവർക്ക് സന്തോഷം നൽകുന്ന ആൾക്കാരോടൊത്ത് സഹവസിക്കാൻ സാധിക്കുന്നു. പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പിന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇവരുടെ തന്നെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ വികാരാവേശം കൊണ്ടുള്ള ഏതെങ്കിലും പ്രവർത്തനം കൊണ്ടോ ചില ശത്രുതാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. എന്നാൽ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഏറ്റവും നന്നായി തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാനും അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടു കൂടിയും വീര്യത്തോടു കൂടിയും കാര്യക്ഷമതയോടു കൂടിയും പ്രവർത്തിക്കാനും സാധിക്കുന്നു. അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ ഇതൊക്കെ ഇവരെ സഹായിക്കുമെന്നും കാണുന്നു. അവരോടൊത്ത് ഇടപഴകാൻ സാധിക്കുന്നു. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് അവിടെ ഒരു നല്ല അവസ്ഥയാണ് ഉണ്ടാവുക. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു. പൊതുവെ ഗുണകരമാണ്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. സാമ്പത്തിക നേട്ടവും കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം മാതാവിനൊട്ടും നല്ലതല്ല. ശാരീരികമായ അവശതയോ, ഈ നക്ഷത്രക്കാർക്ക് തന്നെ വാഹനത്തിൽ നിന്നൊക്കെ ചെറിയ ചില പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനം സൂക്ഷിച്ചോടിക്കുക. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, വെള്ളി, ശനി ദിവസങ്ങൾ പൊതുവേ സാമ്പത്തികമായി ഗുണം നൽകുന്ന ഒരാഴ്ച തന്നെയാണ്. എന്നാൽ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമാണ് അത് കൂടുതലായിട്ട് കാണുക. തുടക്ക ദിവസവും ഇവർക്ക് വളരെ സന്തോഷകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 20, പിന്നെ 23, 24 താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ 7 ശനി പൂർണ്ണമായൊക്കെ മാറിയിരിക്കുന്നു. വ്യാഴം 5-ലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് 29 ശേഷം മെയ് രണ്ടാം പകുതിക്കകം ഇവർക്ക് നല്ലൊരു ഭാഗ്യത്തിൻ്റെ അവസ്ഥയുണ്ട്. ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യത, അതുപോലെ തടസ്സങ്ങളൊക്കെ മാറി അവരുടെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്ന പൊതുവായൊരു ഫലമുള്ള അവസ്ഥയാണ്. അതിൽ ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസം ഞായറാഴ്ച ഒരു അല്പം അധിക ചെലവോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആലസ്യമോ ഒക്കെ ബാധിക്കാം. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ചും തിങ്കൾ, ചൊവ്വയും അത് കഴിഞ്ഞ് ആഴ്ചയുടെ അവസാന ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ പ്രവർത്തനത്തിൽ അങ്ങേയറ്റത്തെ മതിപ്പോടുകൂടി ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. കാര്യവിജയം ഉണ്ടാകുന്നു. ഇവരുടെ പല കാര്യങ്ങളിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹവസിക്കാൻ സാധിക്കുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുവാനും നന്നായി മനസമാധാനത്തോടെ ഉറങ്ങുവാനുമൊക്കെ സാധിക്കുന്നു. എന്നാൽ ബുധൻ, വ്യാഴം ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത വ്യക്തി തന്നെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഈ നക്ഷത്രക്കാർക്കുണ്ടാക്കാം. മറ്റെന്തെങ്കിലും ചില സൗഹാർദ്ദങ്ങളോ അല്ലെങ്കിൽ അയൽപക്കമോ അതല്ലെങ്കിൽ ഇവർ ഇടപഴകുന്ന ഏറ്റവും അടുത്ത വ്യക്തികളോ സുഹൃത്തായിരിക്കണമെന്നില്ല, അവർ പോലും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമത്തിൽ ഇവരെ കൊണ്ട് എത്തിച്ചേക്കാം. അത്തരം സാധ്യതകൾ കാണുന്നു. എന്നാൽ ധനപരമായി ഈ ദിവസങ്ങളിലൊന്നും ദോഷം കാണുന്നില്ല. ധനപരമായി അല്പം പ്രശ്നമുണ്ടാകുന്നത് ഇവർക്ക് തുടക്ക ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. പണത്തിന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, വെള്ളി, ശനി ദിവസങ്ങൾ ഈ പറയുന്ന സൗഹാർദ്ദങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത വ്യക്തിയിൽ നിന്നോ ഒക്കെ ഉണ്ടാകാവുന്ന മാനസിക വിഷമങ്ങൾക്ക് അറുതി വരികയും സന്തോഷത്തിലേക്ക് അത് മാറുകയും ചെയ്യാം. താൽക്കാലികമായ പിണക്കവും പ്രശ്നങ്ങളുമൊക്കെ മാറി ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു.
ചില തീരുമാനങ്ങൾ ഇവരുടെ കർമ്മരംഗത്ത് അർപ്പിക്കാൻ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാവാം ചിലപ്പോൾ ഇവർക്ക് ചില വ്യക്തികളുടെ വൈരാഗ്യം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നേരിടേണ്ടി വരുന്നത്. അതിന് മാറ്റമുണ്ടാകുന്ന ആഴ്ചയുടെ ദിവസങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ സതുദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് കൂടെയുള്ളവർക്ക് സഹകരിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസം. അപ്പോൾ പൊതുവേ ഈ ആഴ്ച പറഞ്ഞാൽ ആ തിങ്കൾ ചൊവ്വ ദിവസങ്ങളും അത് കഴിഞ്ഞാൽ വെള്ളി ശനി ദിവസങ്ങളും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും മനസ്സിന് സമാധാനവും സന്തോഷവും ആരോഗ്യ സംബന്ധമായി ദോഷമില്ലാത്ത അവസ്ഥയും ഒക്കെ കാണുന്നു. എന്നാൽ ആഴ്ചയുടെ ആദ്യ ദിവസവും അതുപോലെ ബുധൻ വ്യാഴം ദിവസവും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ത്രോട്ടുമായി ബന്ധപ്പെട്ടോ ഹൃദയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലങ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അലർജി അസുഖമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് രോഗബാധകളാകാം. എന്തായാലും വലിയ ഗുരുതരമുള്ള കാര്യങ്ങളൊന്നുമല്ല. തൽക്കാലത്തേക്കുണ്ടാകുന്ന ചില മാനസിക അസ്വാസ്ഥ്യങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഈ അവസ്ഥ ഉണ്ടാക്കൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22, പിന്നെ 25, 26 ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ജന്മശനി എന്ന ഏറ്റവും ഘോരമായ കഠിനമായ 7.5 ശനിയിലെ ശനിയുടെ അവസ്ഥ മാറിയിരിക്കുകയാണ്. ജന്മശനി മാറി. അതോടൊപ്പം വ്യാഴം 4-ൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു, ശുക്രൻ 2-ലാണ്. പൊതുവേ ഇവർക്ക് പൊതുഫലത്തിൽ ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. അതുപോലെ ഈ ആഴ്ചത്തെ ഫലമെടുക്കുമ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസവും പിന്നീട് ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ തുടക്കവുമാണ് ഗുണമായിട്ട് കാണുന്നത്. അതായത് ഞായറാഴ്ച ദിവസവും പിന്നെ ബുധൻ വ്യാഴം ദിവസവുമാണ് ഗുണം. അപ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസവും പിന്നെ ആദ്യ പകുതി പിന്നിട്ടതിന് ശേഷമുള്ള 2 ദിവസവുമാണ് കൂടുതൽ ഗുണം. ആ ഗുണങ്ങളൊക്കെയും സാമ്പത്തികമായ നേട്ടമാണ് ഏറ്റവും പ്രധാനം. നല്ല വരുമാനം ഇവർക്കുണ്ടാകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വരുമാനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ശ്രമങ്ങളൊക്കെ വിജയിക്കുകയും അത് സാമ്പത്തിക നേട്ടത്തിന് കാരണമാവുകയും ചെയ്യും. ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. ഭാഗ്യം പണത്തിൻ്റെ രൂപത്തിലായിരിക്കും ഇവർക്ക് വരിക. ഈ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് ഏറ്റവും ഗുണം ഇവരുടെ ശാരീരികവും മാനസികവുമായ സുഖപ്രദമായ അവസ്ഥയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും സന്തോഷത്തിൻ്റെ അവസ്ഥയിലും സമാധാനത്തിൻ്റെ അവസ്ഥയിലും ആയിരിക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നുവെന്നാണ് കാണുന്നത്. അത് വരുമാന വർധനവിന് വഴിയുണ്ടാക്കുന്നു. വീട്ടിൽ പണം മുടക്കാൻ സാധിക്കുന്നു. വീട്ടിലെ ആവശ്യങ്ങൾ വളരെ പൂർണ്ണമായി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനത്തെ ഗുണങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ചിലരുമായി ഏറ്റവും അടുത്ത വ്യക്തികളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വെള്ളി ശനി ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അയൽപക്കവുമായോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായോ വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ പുരുഷന്മാർക്ക് സ്ത്രീകളോടും അതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരോടുമാണ് കലഹമുണ്ടാകാനുള്ള സാധ്യത കാണുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായി ഇവർക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പ്രധാനമായും ഇവരെ സംബന്ധിച്ച് ഇവരുടെ മൂത്ത സഹോദരന്മാർക്കും കാരണവസ്ഥാനത്തുള്ളവർക്കും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ കാൽമുട്ട് തുട ഭാഗങ്ങളിൽ, അതുപോലെ സൂര്യപ്രകാശം അധികം കടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്ത ശരീരഭാഗങ്ങളിലൊക്കെ സ്കിൻ സംബന്ധമായ അസുഖമോ ഫംഗസ് ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം രോഗാവസ്ഥകൾ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള ഇട കാണുന്നു. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, 23, 24 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനിയാണ്. വ്യാഴം 3-ലുമാണ്. എന്നാൽ ശുക്രൻ്റെയും ബുധൻ്റെയും നില ലഗ്നത്തിൽ നിൽക്കുന്നതാണ് ഇവർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന കാര്യം. അതുകൊണ്ട് ഈ ആഴ്ചയിലെ പൊതുവായ ഫലമെടുക്കുമ്പോൾ മീനക്കൂറിന് അത്ര നല്ലതല്ല. എന്നാൽ ഈ ആഴ്ചയിലെ ഫലമെടുക്കുമ്പോൾ ആഴ്ചയുടെ ആദ്യ പകുതി, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങളും, അതായത് വെള്ളി ശനി ദിവസങ്ങളും ഗുണകരമാണ്. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 5 ദിവസത്തോളം ഈ ആഴ്ചയിൽ ഇവർക്ക് ഗുണമാണ് കാണുന്നത്. അത് പ്രധാനമായും അവരുടെ പ്രവർത്തന രംഗത്ത് അവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. പ്രവർത്തിച്ച കാര്യങ്ങൾക്ക് കൃത്യമായി ധനം തടസ്സം കൂടാതെ ഇവരിലേക്ക് എത്തുകയും ചെയ്യുന്നുവെന്ന് കാണാം. അത് ധനപരമായ കാര്യത്തിൽ മാത്രമല്ല, ഒരു കാര്യം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ ആ ലക്ഷ്യം ഇവർക്ക് നേടാൻ സാധിക്കുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരുമൊത്ത് നല്ല രീതിയിൽ ഇടപഴകാനും അവരിൽ നിന്ന് മനസമാധാനം കിട്ടാനും ഒക്കെ സാധിക്കുന്നു. തിരിച്ചങ്ങോട്ടും ഇവർക്കത് കൊടുക്കാൻ സാധിക്കുന്നു എന്നതാണ് സത്യം.
ആഴ്ചയുടെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ നല്ല വരുമാന മാർഗം കാണുന്നുണ്ട്. അതുപോലെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വളരെ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ, സ്വയം പര്യാപ്തമാകുന്ന തരത്തിൽ, സംതൃപ്തിയേകുന്ന തരത്തിലുള്ളൊരു മാനസികാവസ്ഥ ഇവർക്ക് വരുന്നു. അല്പമെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളാണ്. ബുധനാഴ്ച രാവിലെ വരെയും വലിയ ദോഷമില്ലെങ്കിലും ബുധൻ പകലും അതുപോലെ തന്നെ വ്യാഴവും അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശത കാണുന്നുണ്ട്. ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുടെ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ മനസ്സ് വിഷമിക്കാനുള്ള സാധ്യത, ഇവർക്ക് തന്നെയും കഫപ്രകൃതിയുള്ളവർക്ക് ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ഈ കുണ്ടലിനി എന്നൊക്കെ പറയുന്ന, അതായത് മൂലാധാരത്തിൻ്റെ ഭാഗത്ത്, നട്ടലിൻ്റെ ഏറ്റവും ചുവട് ഭാഗങ്ങളിലൊക്കെ വേദനയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ഉണ്ടാകാനുള്ള സാധ്യത, കാൽ മസിലുകൾക്കും കാലിൻ്റെ പുറകുഭാഗത്തെ മസിലുകൾക്കും ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് പ്രത്യേകമായി ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കുക. കൃത്യമായ എക്സസൈസും അതുപോലെ മരുന്നുമൊക്കെ കഴിക്കുക. എന്തായാലും ഈ ആഴ്ചയിൽ അവർക്ക് 5ഓളം ദിവസങ്ങൾ ഗുണകരമാണ്. അല്പം മോശം അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പണം മുടക്കേണ്ടി വരുന്ന ദിവസങ്ങൾ വ്യാഴം ബുധൻ, ശരിക്കും തിങ്കൾ ചൊവ്വ വ്യാഴം, ബുധൻ വ്യാഴം ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് പറയാനൊക്കെ ഇപ്പോൾ സൂക്ഷിക്കണം. ശ്രദ്ധിക്കുക എന്നൊന്നും പറയാൻ പാടില്ല എന്നൊക്കെയാണ് ചിലരുടെയൊക്കെ നിർദ്ദേശങ്ങൾ. എന്തായാലും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ശനി ദോഷത്തിന് പലപ്പോഴും പറയാറുള്ളത് പോലെ കലിയുഗത്തിൽ പരമപ്രധാനം ജപമായതിനാൽ ശനിദോഷത്തിന് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ കറുത്ത പട്ട് സമർപ്പിക്കുക, നീരാഞ്ജനം കത്തിക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കടുംപായസം. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വ്യാഴദോഷത്തിനാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി ജപിക്കുക. അതുപോലെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, പാൽപ്പായസ നൈവേദ്യമൊക്കെ നല്ലതാണ്. പിന്നെ കേതുദോഷത്തിന് ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക, നാളികേരം ഉടയ്ക്കുക. പിന്നെ ഉണ്ണിയപ്പ നിവേദ്യവും വളരെ ഉത്തമം. അതുപോലെ തന്നെയാണ് രാഹുദോഷത്തിന് ഓം നാഗായ നമ എന്ന് ജപിക്കുക, അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരത്തിനായി 100 പാലും കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.